ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി 103-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യമാണ്. അത് ഇവിടെ വായിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. വായിച്ച വേദഭാഗത്ത് സങ്കീർത്തനക്കാരൻ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും എന്നാണ്. കഴുകനെ പറ്റി ബൈബിളും മാനവ സംസ്കാരവും ഒരുപോലെ പരാമർശിച്ചിട്ടുണ്ട്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ചിഹ്നമായിരുന്നു കഴുകൻ. ആയതുകൊണ്ട് തന്നെ റോമൻ പടയാളികളുടെ പരിചകളിന്മേൽ കഴുകൻ്റെ അടയാളം മുദ്രണം ചെയ്തിരുന്നു. നിരവധി കഴുകന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ബൈബിൾ പറയുന്നതായ കഴുകൻ സുവർണവർഗത്തിൽപ്പെട്ട കഴുകനാണ്. വിശുദ്ധ നാടുകളിലും മധ്യപൂർവ പ്രദേശങ്ങളിലും സർവസാധാരണമായി കാണുന്ന വർഗത്തിൽപ്പെട്ട കഴുകനാണ് സുവർണ കഴുകൻ. കഴുകൻ്റെ ജീവിത പാഠവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ബൈബിൾ ഒരു വിശ്വാസി അനുവർത്തിക്കേണ്ട അഥവാ വിശ്വാസിക്ക് പകർത്തുവാൻ കഴിയുന്ന മാതൃകാപരമായ സാദൃശ്യങ്ങളെപ്പറ്റി സവിസ്താരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ച ഈ വേദഭാഗം നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കഴുകനെ സംബന്ധിച്ച് സുപ്രധാനമായ 3 സവിശേഷതകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, റാപ്പിഡിറ്റി ഓഫ് ഫ്ലൈറ്റ്, വേഗത്തിൽ പറക്കുവാനുള്ള കഴുകൻ്റെ പ്രാപ്തിയാണ്. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് പവർ ഓഫ് സെൻറ്റ്, മണത്തറിയുവാനുള്ള അതിൻ്റെ കഴിവ് അഥവാ ഘ്രാണശക്തിയാണ്. മൂന്നാമത് കഴുകനിൽ കാണുന്നത് കീറ്റ്നെസ് ഓഫ് വിഷൻ, കഴുകൻ്റെ സൂക്ഷ്മമായ കാഴ്ച, സൂക്ഷ്മമായ ദർശനം. ഈ 3 കാര്യങ്ങൾ കഴുകനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേഗത്തിൽ ഉള്ള പറക്കൽ, മണത്തറിയുവാനുള്ള അതിൻ്റെ പ്രത്യേകമായ ശക്തി, ദീർഘമായ കാഴ്ചശക്തി അഥവാ സൂക്ഷ്മ ദർശനം, സൂക്ഷ്മ കാഴ്ചശക്തി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ഇവിടെ പറയുന്നത്, നിന്റെ യൗവനം കഴുകനെ പോലെ
പുതിയ വരത്തക്കവണ്ണം എന്നാണ്. കഴുകനെ പോലെ ശക്തിയും ആർജവും ഉള്ള വിധത്തിൽ യൗവനം ആക്കി തീർക്കുന്നു എന്ന ആശയത്തിലാണ് ആ വാക്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കഴുകൻ്റെ ജീവിതത്തിലുള്ള ശക്തി, കഴുകന് പ്രാപിച്ചിരിക്കുന്ന ആർജവം, ഇതൊക്കെ ഒരു വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുകരിക്കാവുന്ന മാതൃകാപരമായ ചില ആത്മീയ സവിശേഷതകളാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 49, 2 ശമൂവേൽ 1-ാം അധ്യായം 23-ാമത്തെ വാക്യവും ഇരമ്യാവ് 4:13 വായിക്കുമ്പോൾ കുറെ കൂടെ നമുക്ക് അത് ഗ്രഹിപ്പാൻ കഴിയും. യുവത്വം എന്ന വാക്കിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് നൂറീം എന്ന ഒരു പദമാണ്. ആ പദപ്രയോഗം തന്നെ ഏതാണ്ട് 45 പ്രാവശ്യം ബൈബിളിൽ കാണുന്നുണ്ട്. എബ്രായ ദാർശനികത അനുസരിച്ച്, എബ്രായ ദർശകന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ച് കഴുകൻ ഒരിക്കലും വാർദ്ധക്യത്തിൽ എത്തിച്ചേരുന്നില്ല. വാർദ്ധക്യം ഉള്ളതായി മാറുന്ന ഒരു പക്ഷിയല്ല കഴുകൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവം തരികയും പുതുക്കം ചെയ്യുന്ന യൗവനം നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുന്നില്ല എന്നൊരാത്മീയ ആശയമാണ് ഇതിൽ നാം ഗ്രഹിക്കേണ്ടത്. യേശുക്രിസ്തുവിനെ അറിയുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവൻ നയിക്കുന്ന ആത്മീയ ജീവിതത്തിന് വാർദ്ധക്യം ഇല്ല എന്ന് ഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും പുതുക്കപ്പെട്ട ഒരനുഭവത്തിൽ, ശക്തീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ, വിജയപ്രദമായ ഒരു യാത്രയിൽ മുന്നേറുവാൻ ഒരു ദൈവവൈതലിന് കഴിയണം എന്നാണ് ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ 3 അടിസ്ഥാനപരമായ സവിശേഷതകൾ കഴുകന് ഉള്ളതിൽ ഒന്നാമത് അതിശീഘ്രമായി അഥവാ വളരെ വേഗത്തിൽ പറക്കുവാനുള്ള കഴുകൻ്റെ കഴിവാണ്. ആ പറക്കുവാനുള്ള കഴിവിൻ്റെ ആ പ്രത്യേകത, പ്രത്യേകിച്ച് അതിൻ്റെ ബലിഷ്ഠമായ ചിറകുകൾ തന്നെയാണ്. ആ ചിറകുകളാണ് കഴുകനെ മറ്റ് പക്ഷികളിൽ നിന്നും പറക്കുന്ന കാര്യത്തിൽ ഏറ്റവും വ്യത്യസ്തമാക്കി നിലനിർത്തുന്നത് എന്ന് കഴുകനെ നിരീക്ഷിക്കുന്ന ഏവർക്കും ഗ്രഹിക്കാവുന്ന ഒന്നാണ്. അതിൽ ഒന്നാമതായി ചിന്തിക്കുന്നത് ഉയരത്തിൽ കഴുകൻ പറക്കുന്നു എന്നുള്ളതാണ്. അഥവാ അതിൻ്റെ കൂട്ടിൽ നിന്നും ഏകദേശം 1 മണിക്കൂറിൽ 100 മൈൽ വേഗത്തിൽ പറക്കുവാനായി കഴിയുന്ന ഒരു അസാധാരണമായ കഴിവ് ഈ കഴുകനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഭൂഗുരുത്വ ആകർഷണ നിയമത്തെ ലംഘിച്ചുകൊണ്ട്, ഭൂഗുരുത്വ ആകർഷണ വലയത്തെ ഭേദിച്ചുകൊണ്ട് അനായാസേന അതിന് പറന്നുയരുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് അവനെ വശീകരിച്ച് പ്രലോഭനമുണ്ടാക്കി പാപത്തിൻ്റെ ശക്തിയാൽ അവനെ പുറകോട്ട് വലിച്ചിഴയ്ക്കുന്ന, താഴേക്ക് പരാജയത്തിലേക്ക് വലിച്ചിഴക്കത്തക്ക വിധത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളുടെ മേൽ പാപത്തിൻ്റെ പ്രമാണത്തിൻ്റെ മീതെ പറക്കുവാൻ ഒരു ദൈവ പൈതലിന് ദൈവകൃപയിൽ ആശ്രയിച്ച് കഴിയണം എന്നുള്ള ഒരു ചിന്ത ഉയരത്തിൽ പറക്കുന്ന കഴുകിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വീക്ഷണത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും വളരെ ഔന്നത്യം പുലർത്തിക്കൊണ്ട് പറക്കുന്ന
ആ പറക്കലിൻ്റെ ഔന്നത്യം തന്നെ കഴുകനെ വളരെ മനോഹരമാക്കി തീർക്കുന്നെങ്കിലും ഒരു ദൈവവിശ്വാസിയുടെ ആത്മീകമായ കാഴ്ചപ്പാട് മറ്റ് എല്ലാറ്റിൽ നിന്നും ഔന്നത്യബോധമുള്ളതാക്കി തീർക്കുന്ന ഒരു അനുഭവമാണ് ഉയരത്തിലുള്ള പറക്കൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, ആകാശത്തിൽ ഉയരത്തിൽ കഴുകൻ പറക്കുന്ന ഈ കാഴ്ച വളരെ മനോഹരമാണ്. രാജകീയമായ പ്രൗഢഗംഭീരമായ ഒരു കാഴ്ചയായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. കാരണം കുരുവികളോടുകൂടിയോ മറ്റ് ഇതര പക്ഷികളോടുകൂടിയോ കഴുകൻ ഒരിക്കലും പറക്കാറില്ല. അങ്ങനെ പറക്കുവാൻ കഴുകൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അവിടെ ചിന്തിക്കുമ്പോൾ ആ പറക്കലിൽ തന്നെ അതിനൊരു വ്യത്യസ്തതയാണ് അവിടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവിശ്വാസമുള്ള ദൈവമക്കൾ, ദൈവവചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഗ്രഹിക്കേണ്ട കാര്യം, ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ വിശുദ്ധമായ വേർപെട്ട ഒരു സൗഹൃദം, ഒരു ആത്മീയ കൂട്ടായ്മ നിലനിർത്തുന്ന കാര്യത്തിൽ ഒരു ദൈവവൈദ്യന് കഴിയണം എന്നുള്ള ഒരു ആത്മീക ചിന്തയാണ് നമുക്കിവിടെ ഗ്രഹിപ്പാൻ കഴിയുന്നത്. മാത്രമല്ല, മൂന്നാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉയരങ്ങളിൽ പറക്കുന്ന കഴുകന്മാരുടെ ചലനവേഗതയാണ്. ഉയരത്തിൽ പറക്കുന്ന കഴുകന്റെ ചലനവേഗത ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആർക്കും തന്നെ അതിനെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. അതിൻ്റെ ചലനങ്ങൾ മാനുഷികമായ ചിന്ത കൊണ്ടും മാനുഷികമായ കണ്ണുകൾ കൊണ്ടും അനന്തവികായുസ് ആകാശങ്ങളിൽ ഉയരത്തിൽ പറന്നു നിൽക്കുന്ന കഴുകന്റെ ആ വേഗമാനം, ആ ചലനം അവൻ ഒരു വ്യക്തിക്കും ഗ്രഹിക്കുവാൻ കഴിയാത്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ദൈവത്തിന്റെ കൃപയിൽ, ദൈവവചനത്തിന്റെ ശക്തിയിൽ, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ, ആരാധനയുടെ മഹത്വത്തിൽ അവൻ ഉന്നതത്തിൽ പറന്നു നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആത്മീക ചലനത്തെ അവൻ ഹല്ലേലൂയ ശത്രുവായ പിശാചിന് പോലും സാധാന്യമായ തന്ത്രങ്ങൾക്ക് പോലും അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിലാണെങ്കിൽ ഇന്ന് ഈ പ്രബോധനം അവൻ ശ്രദ്ധിക്കുമ്പോൾ ഓർത്തുകൊള്ളണം. ആത്മാവിലാണ് നീ അവൻ ഉയരത്തിൽ പറക്കുന്നതെങ്കിൽ, ആത്മാവിലാണ് ഉന്നതമായ ജീവിതം അവൻ ചെയ്യുന്നതെങ്കിൽ, നിന്റെ ആത്മീയമായ ചലനത്തെ, ആത്മീയമായ ജീവിത സ്വഭാവ രഹസ്യ മണ്ഡലങ്ങളെ ഒരു പൈശാചികമായ ശക്തിക്ക് പോലും അളന്നെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്നെ ജയോത്സവമായി ഉയരത്തിൽ എത്തിക്കുന്ന ദൈവിക പ്രവർത്തികളെ അവൻ കണ്ടുകൊണ്ട് ഇന്ന് ദൈവത്തിന് മഹത്വം അവൻ അർപ്പിക്കുവാനായിട്ടിടയണം. ഒരു ശക്തിക്ക് നിന്റെ ആത്മീയ രഹസ്യ മണ്ഡലങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലും അവൻ ആത്മീയ ജീവിതത്തിന്റെ ഉന്നതിയിൽ, അവൻ ആത്മീയ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വാഹനമേറ്റുന്നു എന്നുള്ള കാര്യം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. മറ്റൊരു കാര്യമുള്ളത്, ഈ കഴുകനെ സംബന്ധിച്ച് കഴുകൻ കൊടുങ്കാറ്റിനെ വളരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റു പക്ഷികളൊക്കെ കാർമേഘ പടലങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ, കാറ്റ് വീശുവാൻ ആരംഭിക്കുമ്പോൾ എത്ര വേഗം അതിന് കൂടണയുവാൻ ശ്രമിക്കുകയാണ്. ഒരു പരിരക്ഷണം ലഭിക്കേണ്ടതിന്, ഒരു സംരക്ഷണം ലഭിക്കേണ്ടതിന് വേഗത്തിൽ അതിൻ്റെ കൂട്ടിൽ ചേക്കേറുവാനായി സാധാരണ പക്ഷികൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കഴുകനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കഴുകന് കാർമേഘ പടലങ്ങൾ ഉരുണ്ടുകൂടുന്നതും കാറ്റ് ശക്തമായി ആഞ്ഞു വീശുവാൻ ആരംഭിക്കുന്നതും കഴുകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടമായി തോന്നുന്നു. കാരണം ശക്തമായ കൊടുങ്കാറ്റിനെ സാധ്യമാക്കിക്കൊണ്ട് എത്രയും ഉയരത്തിലേക്ക് പറക്കുവാൻ കഴിയുമോ അത്രയും ഉയരത്തിൽ പറക്കുവാൻ അതിന് എതിരായി വീശിക്കൊണ്ടിരിക്കുന്ന
ആ കൊടുങ്കാറ്റിന്റെ ശക്തിയെ മറികടന്നുകൊണ്ട് ആ കഴുകൻ ഉയരത്തിൽ പറക്കുന്നത് പോലെ ഓർത്തുകൊള്ളേണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൊടുങ്കാറ്റില്ലാതില്ല. എപ്പോഴും കൊടുങ്കാറ്റുകളെ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ അപ്രതീക്ഷിതമായി ശക്തമായ പരിശോധനയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചെന്ന് വരാം, ആഞ്ഞു വീശിയെന്ന് വരാം. പക്ഷേ അത്തരത്തിലുള്ള പരിശോധന കൊടുങ്കാറ്റ് സാധ്യമാക്കിക്കൊണ്ട് ആത്മീയ ജീവിതത്തിന്റെ ഉന്നത മേഖലകളിലേക്ക്, ഉന്നത പടവുകളിലേക്ക് പറന്നുയരുവാൻ സർവശക്തനായ ദൈവം നിന്റെ ആത്മീയ ജീവിതത്തിന് ബലം നൽകുന്നു, ഉത്തേജനം നൽകുന്നു, കരുത്ത് നൽകുന്നു എന്നാണ് ഇവിടെ ഈ കഴുകന്റെ സാദൃശ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം. അടുത്തത് നമ്മൾ ചിന്തിക്കുമ്പോൾ പാമ്പിനെ ഇഷ്ടപ്പെടാത്ത ഒരു പക്ഷിയാണ് കഴുകൻ എന്നുള്ളത്. പാമ്പിനെ കണ്ടാൽ അതിൻ്റെ കൂർത്തുമൂർത്തതായ ആ നഖങ്ങളുള്ള കാൽവിരലുകളിൽ അതിനെ ഞെരിച്ചമർത്തിക്കൊണ്ട് ഏതെങ്കിലും പാറയുടെ മുകളിലേക്ക് പോയി പാറയിൽ അടിച്ച് ഈ പാമ്പിനെ കൊല്ലുന്ന പതിവ് ഈ കഴുകനുണ്ട്. കാരണം അത്രമാത്രം ശത്രുത ഈ കഴുകന് പാമ്പിനോടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ താൻ കണ്ടെത്തിയ അഭിമുഖീകരിച്ച ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു വലിയ പോരാട്ട ശക്തിയായി എതിർപ്പായി നിൽക്കുന്ന ഈ പാമ്പുകളെ കാണുമ്പോൾ അങ്ങനെ ക്ഷണത്തിലൊന്നും അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ കഴുകന് സാധിച്ചെന്ന് വരില്ല. അതിനുവേണ്ടി അല്പസമയം കാത്തിരിക്കണം. വളരെ ക്ഷമയോടുകൂടെ ഇതിനെ എങ്ങനെ കീഴ്പ്പെടുത്തണം, എങ്ങനെ അതിൻ്റെ വിരലുകളിൽ അത് ഞെരിച്ചമർത്തിക്കൊണ്ട് കോർത്തുകൊണ്ട് പോകുവാനായിട്ട് കഴിയുമെന്ന് അത് വളരെയധികം അവിടെ ആ സാഹചര്യത്തെ അത് വീക്ഷിക്കുകയും ഗ്രഹിക്കുകയും അതിൻ്റെ തക്ക സമയം ആകുമ്പോൾ മാത്രമാണ് തനിക്ക് അവൻ കീഴ്പ്പെടുത്തുവാൻ നിൽക്കുന്ന ആ ശത്രുവിൻ്റെ മേൽ ചാടി വീഴുവാനായിട്ട് കഴുകൻ താല്പര്യപ്പെടുകയുള്ളൂ. അങ്ങനെ ലഭിക്കുന്ന ആ തക്ക സമയത്ത് ചാടി വീഴുകയും പണം വിരിച്ച് നിൽക്കുന്ന, പത്തി വിരിച്ച് നിൽക്കുന്ന അഥവാ പത്തി വിരിച്ച് കിടക്കുന്ന ആ പാമ്പിൻ്റെ ആ തലയ്ക്ക് താഴെ അതിന് വിരലുകൾ ഞെരിച്ചമർത്തിക്കൊണ്ട് ഉയരത്തിലേക്ക് പറക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ് വേഗത്തിൽ അതിനെ ആക്രമിക്കാത്തത് എന്ന് ചോദിച്ചാൽ, പാമ്പ് കിടക്കുന്ന ആ സ്ഥലം, പാമ്പ് കിടക്കുന്നതായ ആ നിലം പാമ്പിന് സ്വാധീനമുള്ള പാമ്പിൻ്റെ മണ്ഡലമാണ്. കഴുകന്റെ മണ്ഡലം ഈ ഭൂമിയല്ല, ഈ നിലമല്ല, ഈ മണ്ണല്ല, മറിച്ച് ആകാശമണ്ഡലമാണ്. ആകാശമണ്ഡലത്തിലാണ് ആകാശമണ്ഡലത്തിൽ വെച്ചാണ് കഴുകന് യുദ്ധം പ്രഖ്യാപിക്കുവാൻ കഴിയുകയുള്ളൂ, യുദ്ധം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പാമ്പിന് സ്വാധീനമായ മണ്ഡലത്തിൽ അത് ഒരു പോരാട്ടം നടത്തുമ്പോൾ അതീവ ജാഗ്രതയോടുകൂടെയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ശക്തിമത്തായ ആ ബലമുള്ള ആ വെല്ലുവിളിയെ അതിൻ്റെ മണ്ഡലത്തിലേക്ക്, അതിന് സ്വാധീനമുള്ള മണ്ഡലത്തേക്ക് ആ കഴുകൻ ആ പാമ്പിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഓർത്തുകൊള്ളണം, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികൾ, നിനക്ക് താങ്ങുവാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ, മാരകമായ ചില പ്രതിസന്ധികൾ, ചില ഭയം, ചില ഭീരത്വം മുതലായ വിഷയങ്ങൾ, അഴിവില്ലാത്തതും പരിഹാരമില്ലാത്തതും ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് ഒരു നീക്കുപോക്കില്ലാത്തതുമായ വിഷയം, പൈശാചിക മണ്ഡലത്തിൽ സ്വാധീനമുള്ള ഇടത്ത് വെച്ചല്ല നീ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്, മറിച്ച് നിനക്ക് സ്വാധീനമുള്ള ആത്മീക മണ്ഡലത്തിലേക്ക് നീ ആവശ്യമായി കടന്നു വരുമ്പോൾ, അവിടെ ഒരു പോരാട്ടം നടത്തുമ്പോൾ, അവിടെ ഒരു ജാഗരണ പ്രാർത്ഥന നടത്തുമ്പോൾ, അവിടെ ശക്തിയേറിയ അവരൊരു പ്രാർത്ഥന പോരാട്ടത്തിൽ കൂടെയാണ് നിന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ച പൈശാചിക
പോരാട്ടത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ പൈശാചിക ശക്തികൾക്കും സാത്താന്യ ശക്തികൾക്കും ആമേൻ ആധിപത്യമുള്ള മണ്ഡലത്തിൽ നിന്ന് ആമേൻ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ വിഷയം ആത്മീയ മണ്ഡലത്തിലേക്ക് മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റിപ്പിടിച്ചുകൊണ്ട് അതിനെതിരെ യുദ്ധം ചെയ്താൽ വിജയം ഉറപ്പാണ്. ആമേൻ ഹല്ലേലൂയ. മറുപടി ഉറപ്പാണ്. അത് ജയം ഉറപ്പാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. ഇങ്ങനെ ആമേൻ ഇതിനെ ആ കാലുകളിൽ കോർത്ത ഉയരത്തിലേക്ക് കഴുകൻ അവന് പാമ്പിനെ കൊണ്ടുപോകുമ്പോൾ അവന് പാമ്പിന് 3 കാര്യം സംഭവിക്കുന്നു. ഒന്ന്, നോ പവർ. അവൻ പാമ്പിന്റെ ശക്തി കുറയുന്നു. പാമ്പ് എന്ന എതിരാളിയുടെ ശക്തി രഹിതമായി മാറുകയാണ്. രണ്ടാമത്തെ കാര്യം, നോ ബാലൻസ്. അതിന്റെ സകല അവൻ നിയന്ത്രണങ്ങൾ അവൻ തെറ്റിപ്പോകുന്നു. മൂന്നാമത്തെ കാര്യം, നോ സ്റ്റെബിലിറ്റി. അതിന് സ്ഥിരമായി നിൽക്കുവാനും സ്ഥിരതയോടുകൂടി നിൽക്കുവാനുള്ള മണ്ഡലമല്ലാത്തത് കൊണ്ട് അതിന് സ്ഥിരത അവൻ നഷ്ടപ്പെടുകയാണ്. ശക്തിരഹിതമായ ഉദരന്തരീക്ഷത്തിൽ നിയന്ത്രണം വഴുതിപ്പോയ ഒരു സാഹചര്യത്തിൽ സ്ഥിരമാക്കിയതിൻ്റെ കാലടികൾ അല്ലെങ്കിൽ അതിന് ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആമൻ പാമ്പ് നിസ്സഹമായി തീരുകയും അതിൻ്റെ പൂർണ്ണമായ ബലവും അതിൻ്റെ നിയന്ത്രണവും നഷ്ടമായി എന്ന് കഴുകന് ബോധ്യപ്പെടുമ്പോൾ ആകാശമണ്ഡലത്തിൽ നിന്നും അതിശക്തമായി ചുരുട്ടി ഭൂമിയിലേക്ക് എറിയുകയാണ്. പാമ്പിൻ്റെ ജീവൻ അവസാനിച്ചു. അതേ, തീർച്ചയായും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പഠിക്കേണ്ട അവന് കാര്യമാണ്. വലിയ ആത്മീയ ദർശനത്തോടും ആത്മീയ കാഴ്ചപ്പാടോടും പ്രാർത്ഥനയോടും ദൈവികമായ അവൻ പ്രത്യേകമായ നടത്തിപ്പോടും കൂടെ മാത്രമേ ഇത്തരത്തിലുള്ള വിഷയത്തിന്മേൽ കൈവെക്കാവൂ. കാരണം അവൻ കളമറിയാതെ പോരാടി തട്ടുകിട്ടുന്ന അനേക ദൈവദാസന്മാരുണ്ട്, അനേക ഇതുപോലെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്ക് ഒരു ദൂത് കൂടെ ആയിരിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, അവൻ കഴുകൻ ചത്തതിനെ തിന്നുന്നില്ല എന്നുള്ളതാണ്. സുവർണ കഴുകൻ ഒരിക്കലും ചത്തതും ജീർണിച്ചതും ചീഞ്ഞു നാറിയതുമായ ആമേൻ ഒന്നിനെയും ആമേൻ ഭക്ഷിക്കാറില്ല. എന്നാൽ വൾച്ചേഴ്സ് വിഭാഗത്തിൽപ്പെട്ട കഴുകന്മാർ ചത്തതിനെ തിന്നും ആമേൻ ജീർണിച്ചതിനെയും അതേ അഴുകിയതിനെയൊക്കെയും തിന്നും. പക്ഷേ സുവർണ കഴുകൻ അത് തിന്നാറില്ല, ഭക്ഷിക്കാറില്ല. കാരണം അതിൻ്റെ ഘ്രാണശക്തി, മണത്തറിയുവാനുള്ള ശക്തി, നല്ലതിനെയും തീയതിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മണത്തറിഞ്ഞുകൊണ്ട് ആമേൻ ഹല്ലേലൂയ എന്താണ് തിന്മയായത് എന്താണ് നന്മയായത് എന്ന് തിരിച്ചറിയുവാൻ ഒരു പക്ഷിക്ക് ആമേൻ കഴിയുന്നെങ്കിൽ ദൈവവിശ്വാസിയെ ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ നാളുകളിൽ ലോകത്തിൽ ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുന്ന അവൻ തിന്മയായതിനെയും നന്മയായതിനെയും അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തിന്മയായതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് നന്മയായതിനെ അവൻ തിരിച്ചറിഞ്ഞ് അതിനെ അനുഗമിക്കുവാനായി നമുക്ക് കഴിയണം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അടിസ്ഥാനപരമായ ഉറപ്പ് നൽകുന്ന ഒരു ആത്മീയ ചിന്തയായിരിക്കട്ടെ. അവൻ അവസാനമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ കഴുകൻ്റെ സൂക്ഷ്മ നിരീക്ഷണമാണ്, സൂക്ഷ്മ കാഴ്ചയാണ്, കൃത്യമായ കാഴ്ച ആമേൻ കഴുകനുണ്ട്. അവൻ ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരത്തിലുള്ള വസ്തുവിനെ ഇരയെ കാണുവാനായിട്ട് ആമേൻ കഴുകന് അവൻ കഴിയുന്നു. ഒരു ഇരയെ കണ്ടെത്തിയാൽ, ഒരു വസ്തുവിനെ അവൻ കണ്ടെത്തിയാൽ അതിനെ സ്വായത്തമാക്കുന്നത് വരെ അവൻ അതിൻ്റെ കണ്ണുകൾ ആ ഇരയുടെ മേൽ പതിപ്പിക്കുന്നു. കാര്യം അതൊരു ലക്ഷ്യത്തിലേക്ക് അതിന് കണ്ണുകൾ പതിപ്പിക്കുന്നു. പ്രിയരെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ.
നമ്മുടെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കണം, ഒരാത്മീക കാഴ്ചപ്പാടുണ്ടായിരിക്കണം, ഒരു സൂക്ഷ്മമായ ദർശനം നമുക്കുണ്ടായിരിക്കണം. ഏതൊന്നിനെയാണ് നാം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതിന്മേൽ നമ്മുടെ ദൃഷ്ടി ഏതെല്ലാം പ്രയാസങ്ങളും ഏതെല്ലാം പ്രതികൂലങ്ങളും വൈരികളും വൈതരങ്ങളും വന്നാലും അതിനെ നേടിയെടുക്കത്തക്ക വിധത്തിലുള്ള ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ അങ്കുരിച്ചു വരണം എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മറ്റൊരു പരമപ്രധാനമായ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഹല്ലേലൂയ, വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ ഇത് കടന്നുപോയി ഒരു പുതിയ പരിവർത്തനത്തിന് കാരണമാകുന്നു. കാരണം ഒരു കഴുകന്റെ വയസ്സ് 70 എന്ന് പറയുന്നു. 40ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് അതിൻ്റെ ബലമെല്ലാം കുറഞ്ഞ് അതിൻ്റെ ചുണ്ടുകളും അതിൻ്റെ വിരലുകളും നഖങ്ങളും അതിൻ്റെ ചിറകുകളും ഒക്കെ ബലം കുറഞ്ഞ് അതിന് നെഞ്ചോട് ഒട്ടിപ്പിടിച്ച് അതിൻ്റെ നഖങ്ങളുമൊക്കെ ബലം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ആണ് വേദനാജനകമായ പരിവർത്തനം. നമ്മൾ അതിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആ വേദനാജനകമായ പരിവർത്തനം അതിൻ്റെ ജീവിതത്തിൽ വരുത്തി അടുത്ത ഒരു 30 വർഷം കൂടെ ജീവിക്കുവാനായിട്ട് കഴുകൻ ആഗ്രഹിക്കുന്നു. അതേ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം. ജീവിതത്തിന്റെ ക്ഷീണിച്ച സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ഭയപ്പെട്ടു പോയ സാഹചര്യങ്ങൾ, തളർന്നു പോയ സാഹചര്യങ്ങൾ, സ്വന്തം നിരാശപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം പുതിയ ഒരാത്മീയ പരിവർത്തനത്തിൽ നിലനിന്നുകൊണ്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ദൈവശക്തിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, 40ാം അധ്യായം അതിന് 29-31 വാക്യങ്ങളിൽ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അതെ, ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ഓടുവാനും നടക്കുവാനും പറക്കുവാനും ദൈവ സന്നിധിയിൽ നമുക്കും ഒരു കാത്തിരിപ്പുണ്ട്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വാർദ്ധക്യമില്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിന് തളർച്ചയില്ല. കഴുകൻ തൻ്റെ യൗവനം നിലനിർത്തുന്നത് പോലെ ആത്മീയമായൊരു പരിവർത്തനത്തിലൂടെ അന്തിമരെയും നമ്മുടെ ആത്മീയ ജീവിതം പരിപോഷിപ്പിച്ച ബലത്തോടും ശക്തിയോടും ഉറപ്പോടും കൂടെ ചെയ്യുവാനാണ് ദൈവാത്മാ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ, അതേ ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന വചനം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം നിന്റെ വായിക്ക് സകല നന്മയും കൊണ്ട് തൃപ്തി വരുത്തുമെങ്കിൽ ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. കഴുകനെ പോലെ ഉയരത്തിൽ പറക്കുന്ന ഒരാത്മീയ അനുഭവത്തിൽ പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനപ്രബോധനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.